ഹായ് ഓൾ, വെൽക്കം ടു ക്യാൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ മുൻപ് പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ 2 ചാപ്റ്ററുകളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ മുൻപ് പ്രൈമറി ആക്ടിവിറ്റീസും പഠിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ സെക്കൻഡറി ആക്ടിവിറ്റീസും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ പ്രീവിയസ് ഇയറിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, അതെങ്ങനെ നമുക്ക് ആൻസർ ചെയ്താനുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ് നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് കംസ് അണ്ടർ പ്രൈമറി ആക്ടിവിറ്റീസ്? ഈ താഴെ തന്നിരിക്കുന്നതിനകത്ത് പ്രൈമറി ആക്ടിവിറ്റീസിനകത്ത് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാസ്റ്ററോളിസം, വീവിംഗ് ബാസ്ക്കറ്റ്, മിൽക്ക് വെൻഡിങ്, ടൈലറിങ്. ഈ 4 ഓപ്ഷനിൽ ഏതാണ് പ്രൈമറി ആക്ടിവിറ്റീസിൽ വരിക? പാസ്റ്ററോളിസം ആണ് പ്രൈമറി ആക്ടിവിറ്റീസിൽ വരിക. ഓക്കെ, മിൽക്ക് വെൻഡിങ് ഒന്നും പ്രൈമറി ആക്ടിവിറ്റി അല്ല, ബാസ്ക്കറ്റ് വീവിങ് പ്രൈമറി ആക്ടിവിറ്റി അല്ല, ടൈലറിങ്ങും പ്രൈമറി ആക്ടിവിറ്റി അല്ല. പാസ്റ്ററോളിസം മാത്രമേ ഇവിടെ പ്രൈമറി ആക്ടിവിറ്റി ആയിട്ടുള്ളൂ. റൈറ്റ്. അടുത്ത ചോദ്യം, പ്ലാന്റേഷൻ അഗ്രികൾച്ചർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. നമ്മൾ ആ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു ആരാണത് കൊണ്ടുവന്നത്, ഓരോ പർട്ടിക്കുലർ സ്ഥലത്തേക്ക് ആര് എന്ത് കൊണ്ടുവന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം കൊണ്ടുവന്നിട്ടുള്ളത് യൂറോപ്യൻസ് ആണ്. അവർ പല കോണ്ടിനെൻറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നതെന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ബേസ്ഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ മുൻപ് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ്. ഇനി അടുത്തൊരു ചോദ്യമാണ്, നെയിം ദ ഫാമിംഗ് ഓപ്പറേഷൻ in which the farmer specialized in vegetables only known as. വെജിറ്റബിൾസിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളുകൾ ഏതാണ്? അതിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജുമ്മിങ്, വിറ്റികൾച്ചർ, ട്രക്ക് ഫാമിംഗ്, മിൽപ്പ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ നമുക്കറിയാം ജുമ്മിങ്ങും മിൽപ്പയും എന്ന് പറയുന്നത് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചറിൻ്റെ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് അറിയാമെങ്കിൽ നമ്മൾ ഇവർ രണ്ടുപേരെയും എലിമിനേറ്റ് ചെയ്യും. പിന്നെ ഉള്ളത് ട്രക്ക് ഫാമിങ്ങും വിറ്റികൾച്ചറുമാണ്. സോ നമുക്കിപ്പോൾ ഡൗട്ട് വരും, വിറ്റികൾച്ചർ ആണോ ട്രക്ക് ഫാമിംഗ് ആണോ എന്ന്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിറ്റികൾച്ചർ എന്നുള്ളത് എന്താണ്, മുന്തിരിയുടെ കൃഷിയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതറിയാമെങ്കിൽ നമ്മൾ അതിനെയും ഒഴിവാക്കും, ട്രക്ക് ഫാമിംഗ് സെലക്ട് ചെയ്യും. ട്രക്ക് ഫാമിംഗ് എന്താണെന്നായിരുന്നു പറഞ്ഞിരുന്നത്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് 1 ഡേ ആ ഒരു ട്രക്കിനകത്ത് ട്രാവൽ ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് എവിടെയാണോ മാർക്കറ്റ്, ആ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ട്രക്ക് ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ഡൗൺ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ. നമ്മൾ തൊട്ട് മുമ്പ് 2 ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചറിൻ്റെ 2 പ്രാക്ടീസിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനെ പറ്റിയിട്ടാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഷിഫ്റ്റിംഗ് കൾച്ചർ അല്ലെങ്കിൽ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ ആണ് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഫോറസ്റ്റ് ലാൻഡുകൾ ക്ലിയർ ചെയ്തിട്ട് അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അവിടെ ഉണ്ടായിരുന്നത്. സോ അവരവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡൺ ത്രൂ പ്രിമിറ്റീവ് ടൂളുകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അവരെന്താ ചെയ്തിരുന്നത്, ഒരു പാച്ച് ഓഫ് ലാൻഡിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു കാര്യമായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഒന്നാമതായിട്ട് അറിയേണ്ടത്. പ്രിമിറ്റീവ് ടൂളുകൾ ഉപയോഗിച്ച് പാച്ച് ഓഫ് ലാൻഡിനെ ക്ലിയർ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അറിയേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഡിക്ലൈൻ ആയി പോകുന്നു എന്നുള്ളത്. അതായത് ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഏതാണ്ട് ഒരു 3 to 5 ഇയർ ആകുമ്പോഴേക്കും സോയിലിന് അതിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്യും, പുതിയ സ്ഥലത്തേക്ക് മേച്ചിൽപ്പുറങ്ങൾ തേടി അവർ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും, പൊയ്ക്കൊണ്ടേയിരിക്കും. ഇനി ഈ പറയുന്ന ഷിഫ്റ്റിംഗ് കൾട്ടിവേഷന് പല പേരുകളിലായി അറിയപ്പെടുന്നുണ്ട്. മിൽപ്പ എന്നും ജുമ്മിങ് എന്നും ലഡാങ് എന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല പേരിലായിട്ട് വിളിക്കുന്നുണ്ട്. അതേപോലെ ഇവരെ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്നാണ് പ്രധാനമായിട്ടും വിളിക്കുന്നത്. ഇത് ഏതൊക്കെ ഏരിയയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇന്ത്യയിൽ കൂടുതലായിട്ടും പ്രാക്ടീസ് ചെയ്യുന്നവരാണ് നോർത്ത് ഈസ്റ്റേൺ, വടക്ക് കിഴക്കൻ ഭാഗത്താണ്, സംസ്ഥാനങ്ങളിലാണ് ഈ ഒരു പ്രാക്ടീസ് നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. റൈറ്റ്. ഇനി അടുത്തൊരു ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. എ, ബി, ഖാരിഫ്, റാബി, സെയ്ദ്. 3 ക്രോപ്പ് സീസണുകൾ കൊടുത്തിട്ടുണ്ട്. ദെൻ വീറ്റ്, വെജിറ്റബിൾസ്, റൈസ്. ഇത് നമ്മളോട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഖാരിഫ് ക്രോപ്പ് ഏതാണ്? ഖാരിഫ് ക്രോപ്പ് നമുക്ക് റൈസ് ആണ് നമ്മുടെ ഖാരിഫ് ക്രോപ്പായിട്ട് വരുന്നത്. റാബി ക്രോപ്പ് ഏതാണ്? വീറ്റ് ആണ്. അതേപോലെ സെയ്ദ് ഏതാണ്? വെജിറ്റബിൾ ആണ്. സോ ഖാരിഫ് റൈസ്, റാബി വീറ്റ് ആൻഡ് സെയ്ദ് ഈസ് വെജിറ്റബിൾസ്. ഇനി അടുത്തതാണ്, ഇറിഗേഷൻ ഈസ് നെസസറി ഫോർ ഇന്ത്യൻ അഗ്രികൾച്ചർ. ഇറിഗേഷൻ ഇന്ത്യൻ അഗ്രികൾച്ചറിന് വേണോ എന്നുള്ളത് തന്നെ നെസസറി ആണ്, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഇറിഗേഷൻ നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ അഗ്രികൾച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൺസൂണിനെയാണ്. മൺസൂൺ എന്താണ്, അൺപ്രഡിക്റ്റബിൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. സോ നമുക്കത് അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് വേണം, അഗ്രികൾച്ചറിൽ മൺസൂൺ അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇറിഗേഷൻ നമുക്ക് ആവശ്യമാണ്. അതേപോലെ ഇറിഗേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലാണ് അവർക്ക്
ഫാർമേഴ്സിന് ത്രൂ ഔട്ട് ഇയറിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ക്രോപ്സ് നമുക്കവിടെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഇന്ത്യയിലുള്ള പല റീജിയൻസിലും അത് എറിഡാകട്ടെ സെമി എറിഡ് ഏരിയയിലൊക്കെ ആകട്ടെ വെള്ളമില്ലാത്ത കണ്ടീഷനിൽ നമുക്ക് വെള്ളം അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സോ ഇറിഗേഷൻ്റെ ആവശ്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി അറിയേണ്ട മറ്റൊരു കാര്യം, കൺട്രോൾഡ് ആയിട്ട് ഇറിഗേഷൻ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് ഈ പറയുന്ന ന്യൂട്രിയൻ ലോസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. റൈറ്റ്. അടുത്തത് ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ. നമ്മൾ പ്ലാന്റേഷൻ അഗ്രികൾച്ചറിനെ പറ്റി മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പ്ലാന്റേഷൻ അഗ്രികൾച്ചറിൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ടായിരുന്നു പറഞ്ഞത്. നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത, നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെയാണ് ഈ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ കാണുന്നതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേതായിരുന്നു ലാർജ് എസ്റ്റേറ്റ് നമുക്കുണ്ടായിരുന്നു. രണ്ടാമത്തേതായിരുന്നു ലാർജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു ടാറ്റ ടീ എന്നോ അല്ലെങ്കിൽ കണ്ണൻദേവൻ ഹിൽസ് എന്നൊക്കെ പറയുന്ന ലാർജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ. അവിടെ ടീയും കോഫിയും ഒക്കെയാണ് നമ്മളവിടെ പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സിംഗിൾ ക്രോപ്പ് സ്പെഷ്യലൈസേഷൻ. ഞാൻ പറഞ്ഞ ഒറ്റ ക്രോപ്പായിരിക്കും അവിടെ കൂടുതലായിട്ടും സ്പെഷ്യലൈസ് ചെയ്ത് കൃഷി ചെയ്യുന്ന സിംഗിൾ ക്രോപ്പ് സ്പെഷ്യലൈസേഷനാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അടുത്തതാണ് സയൻറ്റിഫിക് മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ. നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്നത് പോലെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അവിടെ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ആയിരുന്നു കൾട്ടിവേഷന് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തതാണ് മാനേജീരിയൽ ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട്. അവിടെ വേണ്ടുന്ന പല ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കാനും ആ ഇൻഡസ്ട്രിയുടെ മാനേജീരിയൽ ലെവലിൽ സപ്പോർട്ട് ചെയ്യാനും വേണ്ട ആളുകൾ വേണം. അടുത്ത ആറാമത്തെ മറ്റൊരു പ്രത്യേകതയാണ് സിംഗിൾ ക്രോപ്പ് സ്പെഷ്യലൈസേഷൻ. നമ്മളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചീപ്പ് ലേബർ നമുക്ക് ആവശ്യമാണ്. അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ ഒരു ഗുഡ് സംവിധാനം വേണം. കാരണം നമുക്ക് ഈ പറയുന്ന തേയിലയുടെ ഫാക്ടറിയിൽ എത്തിക്കണം, അവിടെ നിന്ന് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നമുക്ക് ആവശ്യമാണ്. അടുത്തതാണ് ലിങ്ക്സ് എസ്റ്റേറ്റ് ടു ദ ഫാക്ടറീസ് ആൻഡ് മാർക്കറ്റ്സ് ഫോർ ദ എക്സ്പോർട്ട് ഓഫ് ദീസ് പ്രോഡക്റ്റ്. ഈ പറയുന്ന എസ്റ്റേറ്റിനെ ഫാക്ടറിയുമായിട്ടും ഫാക്ടറി എക്സ്പോർട്ടിംഗ് യൂണിറ്റുകളുമായിട്ടും ഒക്കെ കണക്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ, അത്ര ലിങ്കിങ് ഫാക്ടേഴ്സും നമുക്ക് വേണം. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റേഷൻ അഗ്രികൾച്ചറിൻ്റെ ഫീച്ചേഴ്സ്. സോ ഈ പറയുന്ന ഫീച്ചേഴ്സൊക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. അത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 2 മാർക്ക് ക്വസ്റ്റ്യനോ 3 മാർക്ക് ക്വസ്റ്റ്യനോ ഒക്കെ ആണെങ്കിൽ ഈ ഫീച്ചേഴ്സ് ഇത്ര എഴുതി കഴിഞ്ഞാൽ സുഖമായിട്ട് നമ്മുടെ കയ്യിൽ മാർക്ക് കയ്യിലിരിക്കും. അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ. നമ്മൾ ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറിനെ പറ്റി ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 2 ടൈപ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമതാണ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ഡോമിനേറ്റഡ് ബൈ വെറ്റ് പാഡി കൾട്ടിവേഷൻ. അതാണ് നമ്മുടെ ഒന്നാമത്തെ ഫീച്ചറായിട്ട് നമ്മൾ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ കാണുന്ന നെൽകൃഷി അല്ലെ, ഏതൊക്കെ ഭാഗത്താണ് ഇന്ത്യയുടെ മാപ്പ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കോസ്റ്റൽ ഏരിയ കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഈ പറഞ്ഞ വെസ്റ്റേൺ ഘട്ടിൻ്റെയും ഈസ്റ്റേൺ ഘട്ടിൻ്റെയൊക്കെ ഭാഗത്തൂടെ ഇങ്ങനെ വന്നിട്ട് അവിടെ നമ്മൾ ഈ വെറ്റ് പാഡി കൾട്ടിവേഷൻ നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ രണ്ടാമതാണ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ഡോമിനേറ്റഡ് ബൈ ക്രോപ്സ് അതർ ദാൻ പാഡി. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തേക്ക് ഇന്ത്യയുടെ പോയി കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തേക്കാണ് ഈ പറയുന്ന ക്രോപ്സ് അതർ ദാൻ പാഡി, നെല്ലല്ലാത്ത മറ്റ് കൃഷികളാണ്. വീറ്റ് ഉണ്ടാകും, മില്ലറ്റ് ഉണ്ടാകും, റൈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൃഷി ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഈ 2 സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻ, 2 ടൈപ്സ് എന്ന് പറയുന്നത്. സോ ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ഡോമിനേറ്റഡ് ബൈ വെറ്റ് പാഡി കൾട്ടിവേഷനും രണ്ടെന്താണ് ക്രോപ്സ് അതർ ദാൻ പാഡിയുമാണ് ഇതിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. റൈറ്റ്. ക്രിസ്മസ് എക്സാം അടുത്തല്ലേ, എക്സാം എന്ന് കേട്ട് പാനിക് ആവണ്ട. ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു എക്സ്പേർട്ട് മെന്ററിന്റെ സഹായത്തോടു കൂടി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, PYQ അനാലിസിസ്, സിസ്റ്റമാറ്റിക് റിവിഷൻ എന്നിവയടങ്ങിയ ഒരു കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് പാക്കേജ് ഗ്യാൻ ഇന്ത്യ നിങ്ങൾക്കായി വെബ്സൈറ്റിലൂടെ ഫ്രീ ഓഫ് കോസ്റ്റ് നൽകുന്നു. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യൂ.